ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം അധ്യായം 28 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നിയമാവർത്തന പുസ്തകം അധ്യായം 28 1 മുതൽ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് വയലിലും നഗരത്തിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. രണ്ടാമതായി, സന്തതികൾ, വിളവുകൾ, മൃഗങ്ങൾ, കന്നുകാലികൾ, ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കരവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ട, മാവ് കുഴയ്ക്കുന്ന കലം അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, എന്നാൽ 7 വഴിയിലൂടെ ശത്രുക്കൾ പലായനം ചെയ്യും. ശത്രുക്കൾ നിനക്കെതിരായിട്ട് ഒരു വഴിയിലൂടെ വന്നാൽ കർത്താവ് ചെയ്യുന്നത് 7 വഴിയിലൂടെ അവരെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളത് പോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ വർഷിക്കും. നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അതുവഴി അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ശ്രവിച്ച് ആ ദേശത്ത് താമസിക്കുമ്പോൾ കർത്താവ് എങ്ങനെ അനുഗ്രഹിക്കും എന്നുള്ളത് നിയമാവർത്തനം 28 എല്ലാവരും ഈ ഭാഗം ധ്യാനപൂർവ്വം വായിച്ച് ഈ അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കണം. നിയമാവർത്തനം 28 കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങള് തൻ്റെ ജനതയുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ അഭിഷേകത്തിൻ്റെ ഒരു ഭാഗമാണ് നിയമാവർത്തനം അധ്യായം 28. ആമേൻ.